അതിപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ വായിക്കുന്നൊരു സ്ക്രിപ്റ്റ് അല്ലല്ലോ. അപ്പോൾ ഈ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു, അതിനുശേഷം ഒരു വലിയ യാത്രയാണ്. ബ്ലസ് ചേട്ടനും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു, സംസാരിക്കുന്നു. ഒടുവിൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു അഫ്കോഴ്സ് അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, ഇപ്പം ബ്ലസ് ചേട്ടൻ്റെ എൻ്റെ ഇടയിൽ ഒരു സ്ക്രിപ്റ്റിൻ്റെ ആവശ്യമില്ല ഈ സിനിമയ്ക്ക്. അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരു സ്ക്രിപ്റ്റ് വേണമല്ലോ. അപ്പോൾ അത് ഞാനും വായിച്ചു. അത് വായിച്ചിട്ട് ഞാൻ അങ്ങ് അവിടെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം അതിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ല സിനിമ എടുത്തിരിക്കുന്നത്. സിനിമ ശരിക്കും ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സാണ്. അത് എനിക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനൊരു സിനിമ വേറെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സീനുകൾ എടുക്കുമ്പോൾ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ള നമ്മളെല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുള്ളൊരു മേ ബി ഒരു ഡയലോഗ് എടുക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ബ്ലസ്സേറിനോട് ഇതെനിക്കിപ്പോൾ പറയാൻ തോന്നുന്നില്ല, ഇത് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടൊരു സോളിലോക്കി പോലെ എനിക്ക് ആടിനോട് ഇതെനിക്ക് പറയാൻ തോന്നുന്നില്ല ബ്ലസ് ചേട്ടാ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബ്ലസ് ചേട്ടൻ്റെ സ്വഭാവം വെച്ചിട്ട് ശരി രാജു പറയണ്ട, അപ്പോൾ ഇതാ ഈ സീനിൽ കൺവേ ആകേണ്ട എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ക്യാമറ സ്റ്റാർട്ട് പറയാം, എന്നിട്ട് ഡയലോഗ് പറയണ്ട, അത് കൺവേ ആയി എന്ന് രാജുവിന് തോന്നുമ്പോൾ പറയുക. അപ്പോൾ ഞാൻ കട്ട് പറയില്ല,